ഈ ബാങ്ക് മാനേജർമാർ ആളുകളെ ഇത് SIP ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷുറൻസ് പദ്ധതികൾ ചേർക്കുന്നു, അങ്ങനെ പണം കുറേ ബ്ലോക്കായി എന്ന് പറഞ്ഞുള്ള പരാതികൾ കുറേ കാലമായിട്ട് കേൾക്കാറില്ല. പക്ഷേ ഈ അടുത്ത് ധാരാളം ആളുകൾ, ഞാൻ ബാങ്കിലേക്ക് ചെന്നു, ബാങ്ക് മാനേജർ എനിക്ക് ഒരു ഇൻഷുറൻസ് പദ്ധതി പറഞ്ഞു, ഞാനതിൽ ചേർന്നു, അത് ഞാൻ കരുതിയത് അത് മ്യൂച്വൽ ഫണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ധാരാളം ആളുകൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത്, ഈ ബാങ്കിൽ നിന്നും ഇൻവെസ്റ്റ്മെൻറ്റും ഇൻഷുറൻസും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചേർക്കുന്ന ഒരു പദ്ധതിയും മ്യൂച്വൽ ഫണ്ടോ മ്യൂച്വൽ ഫണ്ട് SIPയോ അല്ല എന്നുള്ളതാണ്. ബാങ്ക് മാനേജർമാർക്ക് അവരുടേതായിട്ടുള്ള ടാർഗറ്റുകളുണ്ട്. അധികം ആൾക്കാരും സെല്ല് ചെയ്യുന്നത് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനുകളോ ഫിക്സഡ് മെച്യൂരിറ്റി പ്ലാനുകളോ പോലുള്ള സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. അവർ പറയും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇൻഷുറൻസ് കിട്ടും, ഇത് SIP എടുക്കുമ്പോൾ ഫ്രീ ആയിട്ടൊന്നും ഇൻഷുറൻസ് കിട്ടില്ല, നിങ്ങൾ വേറെ ഇൻഷുറൻസ് എടുക്കണം. അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കാശ് ചിലവാകും. അപ്പോൾ ഇത് SIPയും ഉണ്ട് ഇൻഷുറൻസും ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഇരട്ടി ലാഭമാണ് എന്നും ആളുകൾ പറയും. അതുമാത്രമല്ല, അവർ മറ്റൊരു രീതിയിൽ എങ്ങനെയാണ് പറയുക വെച്ചാൽ, സ്റ്റോക്കുകൾക്കും മ്യൂച്വൽ ഫണ്ടുകളും ഒക്കെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര രൂപയാണോ അതിൽ നിന്ന് കിട്ടുന്നത് ആ പണം നിങ്ങൾക്ക് ഇവിടെയും കിട്ടും എന്നും പറയും. മറ്റൊരു തരത്തിൽ ആളുകളെ പ്രലോഭിപ്പിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ ടാക്സ് ബെനിഫിറ്റും കിട്ടില്ല. അതേസമയം തന്നെ ഈ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനുകളിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ATC ബെനിഫിറ്റ് കിട്ടും, അതുപോലെ മെച്യൂരിറ്റി ആയിട്ട് കിട്ടുന്ന പൈസയ്ക്ക് ഒരു രൂപ പോലും ടാക്സ് കൊടുക്കണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു തരം പ്രലോഭനം. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചൊരു ഐഡിയയുള്ള ആളുകൾ ചോദിക്കും, ഇത് എപ്പോഴും നമുക്ക് പിൻവലിക്കാൻ പറ്റുന്നതാണോ എന്ന് പറയുമ്പോൾ പലരും കള്ളങ്ങളും പറയാറുണ്ട് എന്ന് കേട്ടു. എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാൻ പറ്റുന്നതാണ് എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ ഇങ്ങനെ സത്യമല്ലാത്ത കാര്യങ്ങളോ അർദ്ധസത്യങ്ങളോ പറഞ്ഞുകൊണ്ട് ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാൻ വരുന്നതോ, ഇൻഷുറൻസ് പദ്ധതി, ടേം ഇൻഷുറൻസ് പദ്ധതികൾ പോലുള്ള പദ്ധതികൾ ചേരാൻ വരുന്നതോ, മ്യൂച്വൽ ഫണ്ടുകളിൽ ഒരു വൺ ടൈം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റോ മ്യൂച്വൽ ഫണ്ടുകളിൽ SIP രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നതോ ആയിട്ടുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ധാരാളം ബാങ്ക് മാനേജർമാരുണ്ട്, അതുപോലെ റിലേഷൻഷിപ്പ് ഓഫീസർമാരുണ്ട്. ഞാൻ എല്ലാവരെയും അല്ല പറയുന്നത്, പക്ഷേ കൂടുതലും ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മിസ്സെല്ല് ചെയ്തുകൊണ്ട് അവരവരുടെ ടാർഗറ്റ് പൂർത്തീകരിക്കാനും അവരവരുടെ ഇൻസെൻറ്റീവുകൾ നേടിയെടുക്കാനും ശ്രമിക്കുന്നവരാണ് ഈ ബാങ്കുകളിലിരിക്കുന്ന ഭൂരിഭാഗം ആളുകളും എന്ന് പറയുന്നതിൽ എനിക്ക് ഖേദമുണ്ട്. നിങ്ങൾക്ക് SIPയും ഇൻഷുറൻസും ഒരുമിച്ച് കിട്ടുന്ന പദ്ധതിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചേരാൻ പോകുമ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ കൃത്യമായിട്ട് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു SIP ചേരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ലാഭത്തിനേക്കാൾ കോമ്പൗണ്ടഡ് ആയിട്ട് നോക്കുമ്പോൾ 6% കൂടുതൽ നഷ്ടം വരുന്ന പദ്ധതികളാണ് ഇവർ ഈ പറയുന്ന മിക്കവാറും എല്ലാ ഇൻഷുറൻസ് പദ്ധതികളും. അതേപോലെ തന്നെ അവർ പറയുന്നു ടാക്സ് റിലീഫ് ATC പ്രകാരമുള്ള ടാക്സ് ബെനിഫിറ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ATC പ്രകാരമുള്ള ടാക്സ് ബെനിഫിറ്റ് കിട്ടും, അത് സത്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ആരും തന്നെ ഈ ടാക്സ് ബെനിഫിറ്റിന് പിന്നാലെ ഓടുന്നില്ല എന്നുള്ളതാണ് കാരണം. എന്താണെന്ന് വെച്ചാൽ 2024-25 സമയത്ത് നമ്മുടെ ബഡ്ജറ്റ് പ്രകാരം പുതിയ ന്യൂ ടാക്സ് റെജീം എന്നുള്ള രീതിയിൽ നമുക്ക് 12 ലക്ഷം രൂപ വരെ ഇൻകമുള്ള ആളുകൾക്ക് വരെയും ടാക്സ് കൊടുക്കേണ്ട എന്നുള്ള ഒരു റെഗുലേഷൻ വന്നതിനൊപ്പം തന്നെ നമുക്ക് ന്യൂ ടാക്സ് റെജീം എന്ന് പറഞ്ഞൊരു സംഗതി വന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ച് ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ ടാക്സ് റെജീമിൽ ഈ ഇത്തരം ATC ബെനിഫിറ്റുകൾ പോലുള്ള ബെനിഫിറ്റ് ഉപയോഗിച്ച് ടാക്സ് ഫയൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ലാഭം നമുക്ക് യാതൊരുവിധ ഇൻഷുറൻസ് പ്രോഡക്റ്റുകളും ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്, മിക്കവാറും എല്ലാവർക്കും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ATC ബെനിഫിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിലും അത് ഉപകാരത്തിലേക്കില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് മെച്യൂരിറ്റി ആവുന്ന സമയത്ത് ഇതിന് ടാക്സ് കൊടുക്കേണ്ട, ഇതിൽ നിന്ന് കിട്ടുന്ന പണത്തിന് ടാക്സ് കൊടുക്കേണ്ട എന്നുള്ളത് ഒരു അർദ്ധസത്യം മാത്രമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 2021 ഫെബ്രുവരിക്ക് ശേഷം ചേർന്നിട്ടുള്ള 2.5 ലക്ഷം രൂപയിൽ കൂടുതൽ ഒരു വർഷം അടയ്ക്കുന്ന പോളിസികൾക്ക് ഈ പറഞ്ഞ ബെനിഫിറ്റ് കിട്ടില്ല. മിക്കവാറും ഒരു അത്യാവശ്യം തെറ്റില്ലാതെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ ഒരു 20,000 രൂപയിൽ കൂടുതലൊക്കെ മിക്കവാറും അടയ്ക്കുന്നുണ്ടാവും. അത്തരം ആളുകൾക്ക് ULIP ആണെന്നുണ്ടെങ്കിലും ടാക്സ് ബെനിഫിറ്റ് കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ ചേരാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യത്തിൽ തന്നെയാണോ നമ്മൾ ചേരാൻ പോകുന്നത് എന്നുള്ളത് ഒന്ന് ഡബിൾ തിങ്ക് ചെയ്യുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു 5-6 കാര്യങ്ങളും കൂടെ പറഞ്ഞു തരാം ഞാൻ. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മ്യൂച്വൽ ഫണ്ടുകളുടെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വഴി വെൽത്ത് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതേസമയം തന്നെ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനുകൾ ഒരു ഇൻഷുറൻസും ഇൻവെസ്റ്റ്മെൻറ്റും കമ്പൈൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് 2 ബെനിഫിറ്റും ഒരു പരിധി വരെ നൽകുക, ഒരു പരിധി വരെ എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അതേസമയം തന്നെ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക നമുക്ക് ഏത് സമയവും നമുക്ക് തിരികെ എടുക്കാം. അതിലൊരു പ്രത്യേകതരം മ്യൂച്വൽ ഫണ്ടിൽ മാത്രമേ അങ്ങനെ എടുക്കാൻ പറ്റാത്തുള്ളൂ. ELSS മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയും. ടാക്സ് സേവിംഗ് മ്യൂച്വൽ ഫണ്ടുകൾക്ക് 3 വർഷം നമ്മൾ ഇട്ടതിന് ശേഷം ലോക്ക് ഇൻ പീരിയഡ് ഉണ്ട്.
അതേസമയം തന്നെ മിക്കവാറും എല്ലാ ഇൻഷുറൻസ് പദ്ധതികൾക്കും 3 മുതൽ 5 വർഷം വരെ ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. ഈ 3 വർഷം കഴിഞ്ഞ് നമ്മൾ പിൻവലിക്കാൻ നോക്കിയാലും നമ്മൾ അടച്ച തുകയുടെ പകുതിയോ അതിൽ താഴെയൊക്കെ കിട്ടുന്നുള്ളൂ. കഴിഞ്ഞൊരു ദിവസം നമ്മുടെ ഒരു സുഹൃത്ത്, എൻ്റെ അയൽപക്കത്തുള്ളൊരു സുഹൃത്ത്, അദ്ദേഹം ഗൾഫിലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ ഇതേപോലെ ഒരു പദ്ധതിയിൽ ചേർത്തു. അദ്ദേഹം 3.25 ലക്ഷം രൂപ അടച്ചിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് ഇവരുടെ സൈറ്റിൽ ഇദ്ദേഹത്തിന് കിട്ടുന്ന സറണ്ടർ വാല്യൂ നോക്കിയപ്പോൾ കഴിഞ്ഞൊരു 3 വർഷമായിട്ട് 3.25 ലക്ഷം രൂപയോളം അടച്ച അദ്ദേഹത്തിന് തിരികെ കിട്ടുക 1,65,000 രൂപയോ മറ്റുമാണ്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് സത്യാവസ്ഥ 3 വർഷം അടച്ചതിന് ശേഷമുള്ള അവസ്ഥ. അപ്പോൾ പിന്നെ 3 വർഷത്തിൽ കൂടി പോകുമ്പോൾ കുറേശ്ശായിട്ട് ഇൻക്രിമെൻറ്റ് വരുമെങ്കിലും നമ്മൾക്ക് പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് അടച്ച തുക എങ്കിലും നമുക്ക് തിരികെ കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 6-7 വർഷങ്ങളും അടയ്ക്കണം. അതിനുശേഷം കൂടുതൽ കാലത്തേക്ക് നമ്മൾ അടയ്ക്കുമ്പോഴാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് കുറേശ്ശെയായിട്ടെങ്കിലും വരുന്നത്. അതേസമയം നമ്മൾ മ്യൂച്വൽ ഫണ്ടിലാണെന്നുണ്ടെങ്കിൽ എന്താണ്, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് തന്നെ അതാത് ദിവസം തന്നെ നമുക്ക് അതിൻ്റെ വിവരങ്ങൾ അറിയാനും അതിൽ നിന്ന് നമുക്ക് റിട്ടേൺ എടുക്കുമ്പോൾ അതേ തുക തന്നെ നമുക്ക് കിട്ടാനുള്ള മാർഗമുണ്ട്. മുൻകാലങ്ങളിലെ റെക്കോർഡുകൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻഷുറൻസ് പദ്ധതികളിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ 6 മുതൽ 7% വരെയൊക്കെ ആനുവൽ ഗ്രോത്ത് റേറ്റ് മ്യൂച്വൽ ഫണ്ടുകൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. മ്യൂച്വൽ ഫണ്ടുകളുടെ ഇങ്ങനെ കൂടുതൽ ഒരു റിട്ടേൺ കിട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് നമ്മൾ കൊടുക്കുന്ന എക്സ്പെൻസ് 1 ലക്ഷം രൂപയ്ക്ക് ഒരു വർഷം ഒരു 1000 രൂപ എന്നുള്ള രീതിയിലൊക്കെയാണ് ആവറേജ് കൊടുക്കുന്നത്. ചിലതിന് 500 രൂപയുള്ളൂ. ഒരു വർഷം നമ്മൾ 1 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ നമുക്ക് വരുന്ന ചിലവ്. അതേസമയം തന്നെ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനിലും അതുപോലുള്ള മറ്റുള്ള ഇൻഷുറൻസ് പ്ലാനിലും ഈ ചിലവ് എന്ന് പറയുന്നത് ആദ്യ വർഷങ്ങളിൽ 30,000 രൂപയോളമൊക്കെയും തുടർന്ന് ഓരോ വർഷവും കുറഞ്ഞ് മിനിമം ഒരു 5,000 മുതൽ 10,000 വരെയുള്ള റേഞ്ചിലും വരാറുണ്ട് എന്നുള്ളതാണ് മിക്കവാറും മ്യൂച്വൽ ഫണ്ടുകളെയും യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനുകളെയും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ കർശന നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകൾ കൃത്യമായിട്ടുള്ള ട്രാൻസ്പെറൻസിയോട് കൂടിയാണ് വർക്ക് ചെയ്യുന്നത്. അതേസമയം തന്നെ IRDAയുടെ റെഗുലേഷനോട് കൂടി വർക്ക് ചെയ്യുന്ന ഇൻഷുറൻസ് പദ്ധതികൾ താരതമ്യേന ബെറ്റർ ആയിട്ടുണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. എങ്കിലും ട്രാൻസ്പെറൻസി പണ്ടുള്ളതിനേക്കാൾ ബെറ്റർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും ട്രാൻസ്പെറൻ്റ് അല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. നമ്മൾ മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല ഓപ്ഷനുകൾ, ഇക്വിറ്റി, ഡെറ്റ്, ഹൈബ്രിഡ്, സെക്ടർ, ഇൻ്റർനാഷണൽ, അങ്ങനെ പല ഓപ്ഷനുകൾ ലഭിക്കുന്നുണ്ട്. അതേസമയം തന്നെ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനുകളിൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ഓപ്ഷനുകൾ കിട്ടണം എന്നില്ല. ആ ഫണ്ട് മാനേജർ, ആ ഫണ്ട് എന്ത് പറയുന്നോ അല്ലെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനി എന്ത് തയ്യാറാക്കുന്നോ അത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ലൈഫ് ഇൻഷുറൻസ് ഇല്ല എന്നുള്ളത് മ്യൂച്വൽ ഫണ്ടുകളെ സംബന്ധിച്ചിടത്തോളം ഒരു മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾക്കൊരു ടേം ഇൻഷുറൻസ് എടുക്കുന്നതിനായിട്ട് ഒട്ടും ചിലവില്ലാത്ത ഒരു ഓപ്ഷനാണ് ഈ ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ചെറിയ തുക കൊടുത്തുകൊണ്ട് വലിയ കവറേജ് നിങ്ങൾക്ക് ടേം ഇൻഷുറൻസ് ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഒരു മ്യൂച്വൽ ഫണ്ടിലും ഒരു യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനിലും ഒരു 10 വർഷത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ 1 ലക്ഷം രൂപ ഇട്ടു എന്ന് കരുതുക. 10 വർഷത്തേക്കാണ് നമ്മൾ നിക്ഷേപിച്ചത്. മ്യൂച്വൽ ഫണ്ട് ഒരു 12% ആനുവൽ റിട്ടേണും ഒരു 1.5% അതിൻ്റെ എക്സ്പെൻസും വരുന്ന രീതിയിൽ ഉള്ളൊരു മ്യൂച്വൽ ഫണ്ടാണ്. അതേസമയം തന്നെ മ്യൂച്വൽ ഫണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 4% കൂടുതൽ ചാർജസ് ഓൺ ആൻ ആവറേജ് വരുന്നുണ്ട് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനിന്. എന്നിട്ട് സെയിം ആയിട്ടുള്ള രീതിയിലാണ് ഇത് രണ്ടും വർക്ക് ചെയ്യുന്നതെന്ന് കരുതുക. മ്യൂച്വൽ ഫണ്ട് നിങ്ങൾക്ക് 2,67,019 രൂപ 10 വർഷത്തിന് ശേഷം തരും. അതേസമയം തന്നെ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ 1,72,440 രൂപയാണ് തരിക. അതായത് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ലഭിക്കുന്ന 1,67,000 പകരം യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനിലാണ് നിക്ഷേപിച്ചെങ്കിൽ വെറും 72,000 രൂപയെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേസമയം തന്നെ മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ പണം പിൻവലിക്കാം. അതേസമയം യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനിലാണെങ്കിൽ 5 വർഷമെങ്കിലും അത് ഹോൾഡ് ചെയ്താലേ ഇത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനുകൾ ബെനിഫിറ്റ് ആവാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഈ ടേം ഇൻഷുറൻസ് ഒന്നും ലഭിക്കാറില്ല. അതായത് മിനിമം ഗ്രാജുവേഷൻ വേണം, കൃത്യമായിട്ടുള്ള വരുമാനമുള്ള ജോലി വേണം, അത്യാവശ്യം ഒരു ഇൻകം ഉണ്ടാവണം എന്നുള്ള രീതിയുള്ളത് കൊണ്ട് തന്നെ എല്ലായ്പ്പോഴും എല്ലാവർക്കും ഈ യൂണിറ്റ് ലിങ്ക് ടേം ഇൻഷുറൻസുകൾ കിട്ടാറില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ടേം ഇൻഷുറൻസ് കവറേജിനായിട്ട് അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് കവറേജിനായിട്ട് യൂണിറ്റ് ലിങ്ക് ഇൻഷുറൻസ് പ്ലാനുകൾ ആളുകൾ ഉപയോഗിക്കാറുണ്ട്. അതുമാത്രമല്ല, ആളുകൾക്ക് പല മ്യൂച്വൽ ഫണ്ടുകൾ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ച് നടക്കണമെന്നുള്ള മടിയന്മാർക്കും ഈ ഒരു യൂണിറ്റ് ലിങ്ക് ഇൻഷുറൻസ് പ്ലാനുകൾ പോലുള്ള പദ്ധതികൾ ഫോളോ ചെയ്യാവുന്നതാണ്. അതേപോലെ ഒട്ടും ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരാൾ, അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും നിർത്താനും എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കാനും പറ്റുന്ന മ്യൂച്വൽ ഫണ്ടുകൾ ചിലപ്പോൾ ഗുണം ചെയ്യില്ല. അതേസമയം തന്നെ 5 വർഷം കഴിഞ്ഞാലേ എന്തെങ്കിലും കിട്ടുകയുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനിൽ ചേർന്നിട്ടുള്ള ഒട്ടും ഫിനാൻഷ്യലി ഡിസിപ്ലിൻഡ് അല്ലാത്ത ഒരാൾ ചിലപ്പോൾ ഈ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ തുടരാനും അതുവഴി ഒരു 10-15 വർഷമൊക്കെ കഴിയുമ്പോൾ കുറച്ചെങ്കിലും ഒരു ലാഭം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കൺക്ലൂഷനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെൽത്ത് ക്രിയേഷനാണ് നിങ്ങളുടെ ആവശ്യമെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അതേസമയം തന്നെ നിങ്ങൾക്ക്
മറ്റ് മാർഗ്ഗങ്ങളൊന്നുമില്ല ഇൻഷുറൻസ് കിട്ടാൻ എന്നുള്ളെങ്കിൽ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ കൺസിഡർ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ അതുപോലുള്ള ഇൻഷുറൻസ് പ്ലാനുകൾ കൺസിഡർ ചെയ്യാം. ഒരു മ്യൂച്വൽ ഫണ്ടുകൾക്ക് എന്ത് വന്നാലും യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനുകൾ പോലുള്ള ഇൻഷുറൻസ് പ്ലാനുകളേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള റിട്ടേൺ, ബെറ്റർ ആയിട്ടുള്ള ട്രാൻസ്പെറൻസി, പെട്ടെന്ന് നമുക്ക് ലിക്വിഡിറ്റി അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് പണം എടുക്കാനുള്ള കഴിവ്, കോസ്റ്റ് കുറവ്, നമുക്ക് ഫ്ലെക്സിബിളായിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ, ഇതൊക്കെ നോക്കുമ്പോൾ മ്യൂച്വൽ ഫണ്ടുകൾ തന്നെയാണ് നല്ലത്. മ്യൂച്വൽ ഫണ്ടുകളിൽ ലംസമായിട്ടോ ഒറ്റത്തവണയായിട്ടോ ഓരോ മാസം കൂടുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറായിട്ടുള്ള 8848030018 ലിങ്ക് കോൺടാക്ട് ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 വീഡിയോകളാണ് ഇവിടെ കാണുന്നത്, കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം.